ഡെവലപ്മെൻറ്റ്സ് ഇൻ ദി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറ. അതിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 to 56 വരെയാണ് അത് തുടങ്ങി അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയണത് ഓൾ എസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റുകൾ കവർ ചെയ്തുകൊണ്ട് ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന കോപ്പറേറ്റീവ് മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്ത് എംബഹൈസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് വർക്കർ, കൺസ്യൂമർ കോപ്പറേറ്റീവ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സുകളെല്ലാം സെറ്റപ്പ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ. അതുപോലെ തന്നെ ഇവിടെ ഓരോ കോപ്പറേറ്റീവ്സിൻ്റെ ബിൽഡിംഗ് അപ്പ് ചെയ്തുകൊണ്ട് ഒരു പോളിസീസിലെല്ലാം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോളോ ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് കോപ്പറേറ്റീവ് ട്രെയിനിങ്ങുകൾ നോളജുകളൊക്കെ കൊടുക്കുന്നു. അടുത്തതാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1951 തുടങ്ങുന്നത്. ഇവിടെ ഗോർവല കമ്മിറ്റിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പോപ്പുലർലി ഇതിനെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത് റൂറൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ചെയ്യുന്നത് പാറ്റ്നയിലാണ് 1956. അതിൽ അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓർ 3, അതിൽ 1/3 എക്സീഡിങ് ചെയ്യാതെ ആയിരിക്കണം അവരുടെ നമ്പർ ഓഫ് നോമിനീസിനെ റിസോൾവ് ചെയ്യാനായിട്ട്. പിന്നെ സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഉണ്ട്, വായിക്കുക. പിന്നെ അടുത്താണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ 1956 to 1961 വരെയാണ് തുടങ്ങുന്നത്. ഇവിടെ സെൻട്രൽ എയിംസ് ഓഫ് നാഷണൽ പോളിസിനെ ബീയിങ് ചെയ്തിട്ടാണ് ഓരോ കോപ്പറേറ്റീവ് സെക്ടേഴ്സുകൾ ബിൽഡിംഗ് അപ്പ് ചെയ്ത് എംബഹൈസ് ചെയ്യാന്നുള്ളതാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ. അതുപോലെ തന്നെ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും ഇതിൽ മെമ്പേഴ്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ എവറി ഫാമിലി ഇൻ വില്ലേജിൽ എൻവേസേജ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 1 കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ബെറ്റർ സർവീസുകൾ ഫാർമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബെറ്റർ സർവീസുകൾ ഈ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956 പ്രകാരം ഇവിടെ ലാർജ് ആൻഡ് ഗ്രോയിങ് കോപ്പറേറ്റീവ് സെക്ടേഴ്സുകൾ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ പർപ്പസിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ ദ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ, അതായത് ശ്രീ എസ് ടി രാജ 1956 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെയർമാൻ്റെ അണ്ടർഷിപ്പിലായിരിക്കും കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഒരു മോഡൽ ബില്ലുകളൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് കൺസിഡറേഷൻ ചെയ്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വില്ലേജ് കോപ്പറേറ്റീവ് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കോർഡിനേഷൻ ചെയ്തുകൊണ്ടായിരിക്കും ഓരോ പ്രൈമറി യൂണിറ്റുകൾ വില്ലേജ് കമ്മ്യൂണിറ്റീൻ്റെ ബേസിക്കലായിരിക്കും ഈ ഒരു കോപ്പറേറ്റീവ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക. തേർഡ് 5 ഇയർ പ്ലാൻ അത് 1961 to 1969 വരെയാണ് അത് അവസാനിക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോർപ്പറേഷൻസും പ്രോഗ്രസീവ്ലി മൈനർ ഇറിഗേഷൻ, സ്മോൾ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും എസെൻഷ്യൽ അമ്യൂണിറ്റി ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൊവിഷൻസുകൾ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. തന്നെ മെഹന്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അവിടെ പൂനെയിലാണ് അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓരോ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റുകൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഫോർത്ത് 5 ഇയർ പ്ലാനിൽ 1969 to 1974 വരെയാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവിടെ കോപ്പറേറ്റീവ്സിന് ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം സ്ട്രക്ചർ വേബിൾ ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ്സ് വിത്ത് മാനേജ്മെൻറ്റ് സബ്സിഡി അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിലൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിനെ റിഹബിലിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ സബ്സിഡീസുകളൊക്കെ ആയിരിക്കും അവിടെ പ്രൊവിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് മിർദ കമ്മിറ്റി, അതായത് 1965 ഇവിടെ ഓരോ ഇൻട്രസ്റ്റിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് ലോ ആൻഡ് പ്രാക്ടീസുകൾ റിവ്യൂ ചെയ്തുകൊണ്ട് അവിടെ ഓരോ ജെന്യൂനെസ്സുകൾ എന്ത് ചെയ്ത് എങ്ങനെയാണ് ആ മെഷേഴ്സുകളൊക്കെ സജസ്റ്റ് ചെയ്യേണ്ടത്, ഓരോ ജെന്യൂനെസ് അവിടെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് മിർദ കമ്മിറ്റി ചെയ്യുന്നത്. പിന്നെ ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ വന്നിട്ട് 1974 to 1979 വരെയാണ്. ഇവിടെ സ്പെഷ്യൽ അറ്റൻഷൻ റിസീവ് ചെയ്തുകൊണ്ട് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓരോ റീജിയണൽ ഓഫ് ഇംബാലൻസുകൾ കറക്ഷൻ ചെയ്ത് അവരുടെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജികൾ റെക്കമെൻഡ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പ്ലാനിൽ പറയണത്. സിക്സ്ത് 5 ഇയർ പ്ലാൻ വന്നിട്ട് 1979 to 1985 വരെയാണ്. ഇവിടെ കൂടുതലും മൾട്ടിപർപ്പസ് യൂണിറ്റ്സുകളിന് വേബിളായിട്ട് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ അവിടെ സ്ട്രോങ് അല്ലെങ്കിൽ വയബിൾ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൂറൽ പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ എക്കണോമിക് കണ്ടീഷൻസുകൾ സിസ്റ്റമാറ്റിക്കലി കൂടുതലും ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതും ഈ ഒരു പ്ലാനിലൂടെയാണ്. പിന്നെ നബാർഡ് ആക്ട് 1981 പ്രകാരമാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ റീഫിനാൻസ് സപ്പോർട്ടുകൾ കോപ്പറേറ്റീവ് ബാങ്കിലൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് 19
84 ആണ്. ഇവിടെ സെൻട്രൽ രജിസ്ട്രേഷൻ അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റീസുകൾ അവിടെ ജെന്യൂനസോട് കൂടി ഫങ്ഷനിങ് ചെയ്ത് അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നു. 7th 5-year പ്ലാൻ ആണ് 1985 to 1990. ഇവിടെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ വയബിലിറ്റിയോട് കൂടി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആൻഡ് പോളിസികൾ പ്രൊസീജിയേഴ്സുകളൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നു. അവരുടെ ക്രെഡിറ്റ് ഫ്ലോകളൊക്കെ എക്സ്പാൻഡ് ചെയ്ത് അവർക്ക് ഇൻപുട്സ് ആൻഡ് സർവീസുകൾ വീക്കർ സെക്ഷനുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് 1990 ആണ്. അവിടെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ബ്രോഡ് സ്റ്റാറ്റസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചർ ഡയറക്ഷൻസ് അല്ലെങ്കിൽ മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് പ്രകാരം ഫൈനലൈസ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ എക്കണോമി ഓപ്പണിംഗ് അപ്പ് ഓഫ് ദി എക്കണോമി 1990. ഇപ്പോൾ വേരിയസ് ഗവൺമെൻറ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ളവർക്ക് ഇതിൻ്റെ പ്രഷേഴ്സുകളൊക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് എക്കണോമിക് പോളിസീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9th 5-year പ്ലാൻ 1997 to 2002 ആണ്. അവിടെ എസിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് അവിടെ എസിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് ചേഞ്ച് ആയിട്ട് അമെൻഡ് ചെയ്തിട്ട് മോഡൽ കോപ്പറേറ്റീവ് ആക്ട് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഇക്വിറ്റി കോൺട്രിബ്യൂഷൻ ലോണ് ഗ്യാരണ്ടീസൊക്കെ ഗവൺമെൻറ് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വൈദ്യനാഥൻ കമ്മിറ്റി 2004 അതിനെ ടാസ്ക് ഫോഴ്സ് ഓൺ റിവൈവൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അവിടെ ഹൈ പ്രയോറിറ്റി ആൻഡ് അർജൻസിനെ അട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റിവൈവ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക.